ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോണ്ടർ മൂവി മീഡിയ. ഇന്നിവിടെ റീമേക്ക് കമ്പാരിസൺ ആണ് ചെയ്യാൻ പോകുന്നത്. ലവ് ടുഡേ വേഴ്സസ് ഇറ്റ്സ് റീമേക്ക് കമ്പാരിസൺ. ലവ് ടുഡേക്ക് റീമേക്ക് എന്ന് പറയാനുള്ളത് ഒരു ഹിന്ദി പടം മാത്രമാണ്. അതിൻ്റെ റിവ്യൂ ഇന്നലിട്ടാണ്. അതിൻ്റെ പേര് ലവ് യാപ്പ എന്നാണ്. അപ്പോൾ ആരംഭിക്കലാമേ. ഫസ്റ്റ് റൗണ്ട് ഹീറോസ് പെർഫോമൻസ്. ഇപ്പോൾ ലവ് ടുഡേ എന്ന സിനിമയിൽ ഹീറോ ആയിട്ട് അഭിനയിച്ചിരുന്നത് പ്രദീപ് രംഗനാഥനായിരുന്നു. മീൻസ് കോമഡി എന്ന ഭയങ്കര എന്തായാലും സിനിമ ഡയറക്ടറാണ്, അത് ആരും മറക്കരുത്. പിന്നെ ഇതിൻ്റെ റീമേക്കായിട്ടുള്ള ലവ് യാപ്പ എന്ന സിനിമയിൽ അഭിനയിച്ചത് അമീർ ഖാൻ്റെ മാനായിട്ടുള്ള ജുനൈദ് ഖാനാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആക്ടിങ് എന്ന് പറയുന്നത് പ്രദീപ് രംഗനാഥൻ തന്നെയാണ്. അതുകൊണ്ട് ലവ് ടുഡേ 1, ലവ് യാപ്പ 0. പിന്നെ ഹീറോയിൻസ് പെർഫോമൻസ് സെക്കൻഡ് റൗണ്ട്. ഫസ്റ്റ് മറ്റേൽ മീൻസ് ലവ് ടുഡേയിൽ ഇവാനയും ലവ് യാപ്പയിൽ ഖുഷി കപൂറാണ്, മീൻസ് ജാൻവി കപൂറിൻ്റെ അനിയത്തി ആണ് അഭിനയിച്ചിരുന്നത് ഹീറോയിനായിട്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഇവാനയുടെ ക്യാരക്ടർ മീൻസ് നായക പെർഫോമൻസ് തന്നെയാണ് അത്യാവശ്യം നൈസായിട്ട് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ലവ് ടുഡേ 2, ലവ് യാപ്പ 0. ഇനി അടുത്തത് നായിക സപ്പൻ ക്യാരക്ടർ. ഇപ്പോൾ ലവ് ടുഡേ എന്ന സിനിമയിൽ നായികയുടെ അപ്പൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് സത്യരാജാണ്. എന്നാൽ ലവ് ടുഡേയുടെ റീമേക്കായിട്ടുള്ള ലവ് യാപ്പ എന്ന സിനിമയിൽ ഈ ക്യാരക്ടർ നായികയുടെ അപ്പൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് അശുതോഷ് റാണയാണ്. മീൻസ് നമ്മുടെ വാറ് സിനിമയിലെ വാറ് പട്ടാൻ അതിലൊക്കെയുള്ള കേണലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് പടങ്ങളിലുള്ള വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങേരാണ്. പക്ഷേ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും അടിപൊളിയാണ്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് സത്യരാജൻ്റെ പെർഫോമൻസ് തന്നെയാണ്. രണ്ടും അടിപൊളിയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് സത്യരാജൻ്റെയാണ് ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ലവ് ടുഡേ 3, ലവ് യാപ്പ 0. ഇനി അടുത്തത് വില്ലൻ ഫോർത്ത് റൗണ്ട്. ഇപ്പോൾ ലവ് ടുഡേ എന്ന സിനിമയിൽ വില്ലനെ റിവീൽ ചെയ്യുന്നത് ലാസ്റ്റാണ്. അവസാനത്തെ ഒരു 25 മിനിറ്റിലാണ് വില്ലനെ റിവീൽ ചെയ്യുന്നത്. ആ 25 മിനിറ്റാണ് ആ സിനിമയുടെ പീക്കിലോട്ട് പോകുന്നത്. എന്നാൽ എൻ്റെ റീമേക്കായിട്ടുള്ള ലവ് യാപ്പയിൽ വില്ലനെ സെക്കൻഡ് ഹാഫിന് സ്റ്റാർട്ടിങ്ങിൽ അന്ന് റിവീൽ ചെയ്യുന്നുണ്ട്. എന്നാലും ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് മീൻസ് അവസാനത്തെ ഒരു 25 മിനിറ്റ് പീക്കിൽ തന്നെയാണ് നിന്നിരിക്കുന്നത്. പക്ഷേ അതിൻ്റെയും 25 മിനിറ്റ് വില്ലൻ വൈസ് നോക്കുമ്പോൾ എനിക്ക് ലവ് ടുഡേയുടെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പക്ഷേ അവസാനത്തെ 25 മിനിറ്റ് നോക്കുമ്പോൾ ലവ് യാപ്പയിലാണ് ഇഷ്ടപ്പെട്ടത്. ഈ റൗണ്ട് രണ്ടിൻ്റെയും ചേർത്തിട്ടാണ്, സോറി പറയാൻ മറന്നുപോയി. അപ്പോൾ ലവ് ടുഡേ 4, ലവ് യാപ്പ 1. ഇനി അടുത്തത് നായകൻ അമ്മ ക്യാരക്ടർ. ഇപ്പോൾ ലവ് ടുഡേ എന്ന് പറഞ്ഞ സിനിമയിൽ നായകൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് രാധിക ശരത് കുമാറാണ്. മറ്റേ ലവ് യാപ്പയിൽ നായകൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചത് ആരാന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ രാധിക ശരത് കുമാറിൻ്റെ പെർഫോമൻസ്, ലവ് ടുഡേയിലെ രാധിക ശരത് കുമാറിൻ്റെ പെർഫോമൻസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് ലവ് ടുഡേ 5, ലവ് യാപ്പ 1.
ഇനി അടുത്ത റൗണ്ട് സെക്കൻഡ് ഹീറോ ക്യാരക്ടർ അഥവാ നായകൻ്റെ അളിയൻ ക്യാരക്ടർ. ഇപ്പോൾ ലവ് ടുഡേയിലും ലവ് യാപ്പ എന്ന സിനിമയിൽ നോക്കുകയാണെങ്കിൽ നായകൻ്റെ അളിയൻ ക്യാരക്ടറായിരിക്കും സെക്കൻഡ് ഹീറോ ആയിട്ട് കാണിക്കുക. അത് നമുക്ക് മനസ്സിലാവുന്നത് അവസാനത്തെ 25 മിനിറ്റിൽ തന്നെയാണ്. അപ്പോൾ ലവ് ടുഡേയിൽ ആ ക്യാരക്ടർ ചെയ്തിരിക്കാൻ യോഗി ബാബു ആണ്. മീൻസ് തമിഴ് കോമഡിയനാണ് അദ്ദേഹം സിനിമയിൽ കുറച്ച് പടങ്ങളിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ലവ് യാപ്പയിൽ ആരെ ചെയ്ത് എനിക്ക് അറിഞ്ഞൂടാ. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ യോഗി ബാബു ആണ് ഏറ്റവും നല്ലതായിട്ട് ചെയ്തിരിക്കുന്നത് അങ്ങേരുടെ. കാരണം അത്യാവശ്യം നന്നായിട്ടാണ് അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് ആ സിനിമയിൽ. അതുകൊണ്ട് ലവ് ടുഡേ 6 ലവ് യാപ്പ 1. ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്, സോറി. പിന്നീട് ഡിഫറൻസസ് അടുത്ത റൗണ്ട് 7th റൗണ്ട്. ഇപ്പോൾ ലവ് ടുഡേയും ലവ് യാപ്പയായിട്ടുള്ള ഡിഫറൻസിനെ കുറിച്ചാണ് ഞാൻ പറയാവുന്നത്. ഇന്നലെ എനിക്ക് പറയാൻ പറ്റിയില്ല, സോറി. ഫസ്റ്റ് ഡിഫറൻസ്, ഇപ്പം ലവ് ടുഡേ എന്ന് പറഞ്ഞ സിനിമയിൽ മാമക്കുട്ടി അങ്ങനെ ഒരു പാട്ടുണ്ട്. പക്ഷെ അത് കാണിക്കുന്നതെന്ന് അത് ആ പാട്ട് വരുന്നത് നമ്മുടെ നായികയുടെ ഇൻസ്റ്റ ഇവർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴാണ്. മീൻസ് നായകൻ നോക്കുമ്പോഴാണ് 2 പടത്തിലും. അപ്പോൾ മീൻസ് ലവ് ടുഡേയിൽ വരുന്ന ടുഡേയിലാണെങ്കിലും ലവ് യാപ്പയിലാണെങ്കിലും. അപ്പോൾ ഈ ലവ് ടുഡേയിൽ ഈ ഇൻസ്റ്റ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പാട്ട് വരുന്നത്. പക്ഷേ എന്താ ലവ് യാപ്പ അപ്പോൾ സിനിമയിൽ ഈ ഇൻസ്റ്റ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പാട്ടും വരുന്നില്ല, ഒരു ബീജവും ഇല്ല. അങ്ങനെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതൊരു ഡിഫറൻസാണ് രണ്ടുമായിട്ട് നോക്കുമ്പോൾ. പിന്നെയുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ ലവ് ടുഡേയിലൊരു സീനുണ്ട്. മീൻസ് ഒരു കൊച്ച് കുളത്തിലോട്ട് ഇറങ്ങാൻ നോക്കും. അപ്പോൾ ആ കൊച്ചിനെടുക്കാൻ വേണ്ടിയിട്ട് യോഗി ബാബു ആദ്യം ഭാര്യയ്ക്ക് ഫോൺ കൊടുക്കും. പക്ഷെ അത് പണിയാവോ എന്നുള്ള പേടിച്ചിട്ട് യോഗി ബാബു അവിടെ മീൻസ് ഭാര്യ ആകുമ്പോൾ സെക്കൻഡ് ഹീറോയിൻ്റെ നിന്ന് ഇതെടുത്തിട്ട് ഫോൺ എടുത്തിട്ട് കാറിലോട്ട് എടുത്തേക്കുന്ന ഒരു സീനുണ്ട്. അതൊരു ബെസ്റ്റ് കോമഡി സീനാണ് ആ സിനിമയിൽ, മീൻസ് ലവ് ടുഡേ എന്നുള്ള സിനിമയിൽ. എന്നാൽ ലവ് യാപ്പ എന്ന സിനിമയിൽ അതെന്താണ് കാണിച്ചു വെച്ചതെന്നുള്ളത് നിങ്ങൾ കേട്ടാൽ തെറി വിളിക്കും ആ പടം കണ്ട. എന്താണെന്ന് വെച്ചാൽ ലവ് യാപ്പയിൽ ഇതേപോലെ ഒരാൾ നീന്തൽ കുളത്തിൽ, മീൻസ് മറ്റേ അമ്പലക്കുളമാണ്, ഇതിൽ ഏതോ ഹോട്ടലിൻ്റെ ആ കുളത്തിൽ ഒരു കൊച്ചിറങ്ങാൻ നോക്കുക. അപ്പോൾ ആദ്യം ഭാര്യ ആകുമ്പോൾ സെക്കൻഡ് ഹീറോയിന് കൊടുക്കാൻ നോക്കും, നായകൻ്റെ അളിയനാകാൻ പോകുന്ന ആൾ. അപ്പോൾ അങ്ങേര് മീൻസ് നായകൻ്റെ അളിയെന്നാണ്, സോറി പറഞ്ഞ മാറിപ്പോയി. അപ്പോൾ എന്നിട്ട് അങ്ങേർക്ക് എന്തോ തോന്നിയിട്ട് അങ്ങേരാണെങ്കിൽ സെക്കൻഡ് ഹീറോയിൻ്റെ നിന്ന് ഫോൺ വാങ്ങിച്ചിട്ട് ഏതോ ഒരു ഡ്രസ്സില്ലാത്ത എന്തോ ഒരു ആൻറ്റിക്ക് കൊടുക്കും. കഷ്ടം, പേറ്റ തള്ള തയ്ക്കൂല. അങ്ങനെയാണ് എനിക്ക് തോന്നിയത് ആ സീൻ കണ്ടിട്ട്. എന്തിനടേ അങ്ങനെ ഒരു ഡിഫറൻസ്? കഷ്ടം, ആ ഡയറക്ടർ തല്ലിക്കൊല്ലണം എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഡിഫറൻസിൻ്റെ പിന്നെ ഉള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ല സ്റ്റാർട്ടിങ്ങിലെന്ന് പറഞ്ഞാൽ വില്ലനെ റിവീൽ ചെയ്യുന്ന സമയമാണ്. മീൻസ് ഇപ്പോൾ ലവ് ടുഡേയിൽ വില്ലനെ റിവീൽ ചെയ്യുന്ന ലാസ്റ്റ് ഒരു 25 മിനിറ്റിലാണ്. ലവ് ടുഡേയിൽ റീമേക്കായിട്ടുള്ള ലവ് യാപ്പയിൽ വില്ലനെ റിവീൽ ചെയ്യുന്നത് സെക്കൻഡ് ഹാഫിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ്. അപ്പോൾ അതൊരു ഡിഫറൻസാണ്.
പിന്നെ പിന്നെ ലവ് ടുഡേയിൽ പിന്നെ നാലാമത്തെ ഡിഫറൻസ് ആട്ടോ ഇത്. ലവ് ടുഡേയിൽ നായികയുടെ ഇൻട്രോ എന്ന് പറയുന്ന സംഭവമുണ്ട്. മീൻസ് നമ്മുടെ ലവ് ടുഡേ സിനിമയിൽ നായികയുടെ ഫോൺ കേടായിരിക്കും. അപ്പോൾ പൊട്ടിരിക്കുന്ന ഫോണിൽ ഇങ്ങനെ ചെറുതായിട്ട് മുഖം കാണുള്ളൂ സ്റ്റാർട്ടിങ്ങിൽ, പിന്നീടാണ് മുഖം കാണിക്കുന്നത്, അവരുടെ മുഖം കാണുന്നത്. പിന്നെ നായകനെ കാണാൻ പോകുമ്പോഴാണ് നായികയുടെ ഫുൾ മുഖം നമ്മൾ കാണുന്നത്. മീൻസ് നായിക ഇവരാണെന്നുള്ളത് റിവീൽ ചെയ്യുന്നത്. പക്ഷേ എന്താ ലവ് ടുഡേസ് റീമേക്ക് അഥവാ യവ് യാപ്പയിൽ അത് ഈ പൊട്ടി കിടക്കുന്ന ഫോൺ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന നായികനെ ഫുൾ മുഖം നായിക വരാമെന്ന് റിവീൽ ചെയ്യുന്നുണ്ട്. അപ്പം തന്നെ ഈ പൊട്ടി കിടക്കണ ഫോൺ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതായിട്ട് റിവീൽ ചെയ്യുന്നുണ്ട്. അതൊരു ഡിഫറൻസാണ്. പിന്നെ അഞ്ചാമത്തെ ഡിഫറൻസ്, ഇപ്പോൾ ലവ് ടുഡേ എന്ന സിനിമയിൽ നായകൻ്റെ ഇൻട്രോ സീൻ എന്ന് പറയാം. എന്താണെന്ന് വെച്ചാൽ ലവ് ടുഡേ എന്ന സിനിമയിൽ നായകൻ്റെ ഇൻട്രോ എന്ന് പറയുന്നത് പ്രദീപ് രംഗനാഥൻ ഒരു ഫോൺ വാങ്ങിക്കാനിരിക്കുന്നു. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഒരുപാട് പൈസയാവും ആ ഫോണിന്. അപ്പോൾ അങ്ങനെ ബാഗിൽ നിന്നും പോക്കറ്റിൽ നിന്നൊക്കെ പൈസ എടുത്തിട്ട് പൈസ കൊടുക്കുന്നതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്താ ലവ് ടുഡേസ് റീമേക്കായിട്ടുള്ള ലവ് യാപ്പയിൽ നായകൻ്റെ ഫോണിൽ ഒരുപാടൊന്നും 30,000 എന്തോ ഉണ്ടാവുള്ളൂ. അപ്പം ഫോണിനാണെങ്കിൽ എന്തോ 38,000 എന്തോ സംതിങ് ആയിരിക്കും. OnePlus ആണ്. അപ്പോൾ ആ ഫോണിൻ്റെ പേരാണ് OnePlus എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ആൾക്കാരുടെ അത് കടം ചോദിക്കണം. എന്നിട്ട് 2,000 രൂപ വെച്ച് 4 ഫ്രണ്ട്സ് അയച്ചു കൊടുക്കുക. എന്നിട്ട് അങ്ങനെ ഒരു പൈസ കൊടുക്കും. അങ്ങനെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അതൊരു ഡിഫറൻസാണ്. പക്ഷെ അത് കട്ട ഷോക്കായി പോയിട്ട്. എത്രയാണ് എനിക്ക് ആ സിനിമയിൽ ഡിഫറൻസസ് എന്ന നിലയിൽ എനിക്ക് തോന്നിയത്, പിന്നെ അടുത്ത റൗണ്ട് സെക്കൻഡ് ഹീറോയിൻ പെർഫോമൻസ്. മീൻസ് ഇതിപ്പോൾ 8ാമത്തെ റൗണ്ടാണ്. ഇപ്പോൾ ലവ് ടുഡേ എന്ന സിനിമയിൽ സെക്കൻഡ് ഹീറോയിൻ അഥവാ നായകൻ്റെ ചേച്ചി ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് രവീണ രവി എന്ന് പറയുന്നൊരു ആക്ട്രസ്സാണ്. പിന്നെ ലവ് ടുഡേയുടെ റീമേക്കായിട്ടുള്ള ലവ് യാപ്പ എന്ന സിനിമയിൽ നായകൻ്റെ ചേച്ചി ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്, മീൻസ് സെക്കൻഡ് ഹീറോയിൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ആരാന്ന് എനിക്കറിഞ്ഞൂടാ. എന്നാൽ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ രവീണ രവി ഹിറ്റ്സ് ഡിഫറെൻറ്റ് എന്നാണ് എനിക്ക് തോന്നിയത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് ലവ് ടുഡേ 8, ലവ് യാപ്പ 1. പിന്നെ ഡിഫറൻസസ് വൈസ് നോക്കുമ്പോഴേ എനിക്ക് ലവ് ടുഡേ എന്നാണ് ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് നമ്മൾ അത് വിടണം. എന്തായാലും എനിക്കിത്രേ പറയാനുള്ളൂ ഗൈസ്. പിന്നെ ഒരു കാര്യം കൂടി, എനിക്ക് ഈ 2 പടവും മീൻസ് ഒറിജിനൽ വേഴ്സസ് റീമേക്ക് നോക്കുമ്പോൾ എനിക്ക് ഒറിജിനൽ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്, മീൻസ് ഒറിജിനൽ എന്ന നിലയിൽ എന്നല്ല, പറഞ്ഞു ഉറപ്പ്, ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ മീൻസ് ലവ് ടുഡേയും ലവ് യാപ്പയും കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ലവ് ടുഡേ ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം എനിക്ക് 2022 ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട റോങ് കോം മൂവീസിൽ ഒന്നാണ് ലവ് ടുഡേ എന്ന് പറയുന്നത്. മീൻസ് അത്രയ്ക്കും അടിപൊളി പടമാണ് ലവ് ടുഡേ എന്ന് പറയുന്നത്. ഒരു ലാഗും ഇല്ലാതെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സിനിമ ആയിരുന്നത്. എന്നാൽ ലവ് യാപ്പ എന്ന സിനിമ റീമേക്ക് എന്ന നിലയിൽ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും ചിലർക്കൊക്കെ. എനിക്ക് പറ്റിയില്ല. നല്ല പടം എന്ന നിലയിൽ ഒട്ടും കാണാൻ പറ്റില്ല ആർക്കും. അങ്ങനത്തെ ഒരു സിനിമയാണ്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ അങ്ങ് അവസാനിപ്പിക്കുകയാണ്.
ആൻഡ് അങ്ങനെ ഇന്ന് ഈ ചാനൽ തുടങ്ങിയിട്ട് 1 വർഷം തികയുകയാണ്. അപ്പോൾ ഇത്ര നാൾ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എൻ്റെ താങ്ക് യു. ആൻഡ് ഇനി ഇനിയും അവർ സപ്പോർട്ട് ചെയ്യണമെന്നും ഇനിയും ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കണിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും, ഒന്നാമത്തെ സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ ഡെൽറ്റ മസ്കസ്.